സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1995 പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ് എന്നിലേക്ക് ഒഴുകപ്പെടുന്നൊരു സംഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിന് തൊട്ട് മുമ്പ് വരെ മൈ ലൈഫ് വാസ് സോ ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു. ആടിപ്പാടി ചിരിച്ച് കളിച്ച് നല്ല ചെമ്മാച്ച് നല്ല ചെറുപ്പത്തിൽ ഓടി നടക്കുന്ന, നല്ല പഠിച്ച്, നല്ല പുസ്തകങ്ങളൊക്കെ എഴുതി, അല്ലെങ്കിൽ തീസിസൊക്കെ ചെയ്ത് നല്ല പഠിച്ച് നല്ല ആടിപ്പാടാണ്. പക്ഷേ എന്ന് ഞാൻ ഈ കൃപ കിട്ടിക്കഴിഞ്ഞു അന്ന് മുതൽ കർത്താവിനാൽ ബന്ധിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ കൃപ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗെത്സമൻ തോട്ടത്തിൽ ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗെത്സമൻ തോട്ടത്തിൽ പടയാളികൾ വന്നിട്ട് ചോദിച്ചു ഈശോ ചോദിക്കും, നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ തന്നെയാണ്. ഉടനെ ഇതുങ്ങളെല്ലാം കൂടെ താഴോട്ട് വീണു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവരോട് ചോദിച്ചു, അപ്പോൾ ഈശോ ഞാൻ തന്നെയാണ്. അപ്പം നീയാണല്ലേ അഭിഷിക്തൻ, നീയാണല്ലേ അനോയിൻറ്റഡ്. പ്രൈസ് ദി ലോർഡ്. യു ആർ ദ അനോയിൻറ്റഡ് വൺ. പ്രൈസ് ദി ലോർഡ്. സോ കം ഹിയർ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവനെ അങ്ങ് ബന്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യു ആർ ദ അനോയിൻറ്റഡ് വൺ. കം ഓൺ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ബന്ധിക്കുകയാണ്. പിന്നെ ഇവനെ കൊണ്ടങ്ങ് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ പാപങ്ങളുടെ പരിഹാര ബലി അർപ്പിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം തുടങ്ങുകയാണ്. ശരിയാണ്, അനോയിൻറ്റിങ് തുടങ്ങുന്നത് ഞാൻ പറയും സ്റ്റാർട്ടിങ് ഫ്രം ദ ഗെത്സമനി. എൻഡിങ് എന്ന് വെച്ചാൽ കല്ലറയല്ല, അതിനപ്പുറമാണ്. പ്രൈസ് ദി ലോർഡ്. അതങ്ങ് എത്തുന്നത് ബെഥനി മലയുടെ മുകളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടം വരെ പോകുന്നൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമ്മളെ മനുഷ്യർക്ക് ബന്ധിക്കും, മനുഷ്യൻ ബന്ധിച്ചുകൊണ്ട് പോവും. രണ്ടാമത് ബന്ധിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ബന്ധിച്ച് ആ ആളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ അത് മുഴുവൻ നിറവേറ്റും. പ്രൈസ് ദി ലോർഡ്. ഈശോയെക്കുറിച്ചുള്ള പദ്ധതി മുഴുവൻ നിറവേറ്റുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവം കുറേ പേരെ കാരണക്കാരാക്കും. ഈശോ ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച സമയത്ത് വെച്ചാൽ ഫ്രം ഗെത്സമനി ടു ടിൽ ദ സെപ്പൾക്കർ. പ്രൈസ് ദി ലോർഡ്. ടിൽ ദ ടൂം. ഈവൻ ആഫ്റ്റർ ആണല്ലോ ഏറ്റവും കൂടുതൽ, മരണാനന്തരമാണല്ലോ ഏറ്റവും കൂടുതൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരിക്കും അന്നേ ശുശ്രൂഷ ഇവിടെ നിൽക്കും നിങ്ങളൊക്കെ ഓർത്തണം. നിങ്ങൾ ആമേൻ ഈശോയ്ക്ക് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ആമേൻ പറയുന്നത് ഈ ബന്ധിക്കപ്പെടാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കസ്റ്റഡിയിലോട്ട് നമ്മൾ എടുക്കപ്പെടുകയാണ്. അതോടെ നമ്മുടെ സ്വാതന്ത്ര്യം തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫ്രീഡം തീരുകയാണ്. അന്ന് വരെ ഓടിച്ചാട് നടന്ന് നമ്മൾ ഓട്ടം തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഓട്ടം ആരംഭിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പാപപരിഹാര ബലിക്ക് വേണ്ടി മാത്രം ഓടാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുവരെ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നവർ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫ്രീഡം, നമ്മുടെ സുഖം, നമ്മുടെ ശരീരം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദങ്ങൾ. വി ഹാവ് ലോട്ട് ഓഫ് പ്ലഷേഴ്സ് ആൻഡ് എൻജോയ്മെൻറ്റ്സ് വി മേ ബി ഗോയിങ് ത്രൂ. ബട്ട് വെൻ ഐ ആം ബൗണ്ട് ബൈ ഹിം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ടൈം ഓൺവേഴ്സ്, ആ സമയം മുതൽ ഫുള്ളി അണ്ടർ ദ കൺട്രോൾ. അതുകൊണ്ട് പത്രോസിനോട് വിളിച്ച് പറഞ്ഞു, പത്രോസേ, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. പ്രായമാകുമ്പോൾ വേറൊരുവൻ വന്ന് നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് മഹത്വം. അവൻ ഞാൻ പറഞ്ഞു വന്നത് ഈ ശുശ്രൂഷാ ജീവിതത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പറഞ്ഞ വാക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ ആരാധന. ആ സമയം മുതൽ ഈശോയുടെ നിൽക്കി അനോയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ഈശോയ്ക്ക് എന്താ പറഞ്ഞു? ഈശോ കൊണ്ടുപോയി നിർത്തുന്നത് അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെ മുമ്പിൽ വിചാരണയാണ്. ഭയങ്കരമായ ട്രയൽസ് നടക്കുകയാണ്. ട്രയൽ നടക്കുകയാണ്. ഭയങ്കര സംഭവമാണ്. അതിനിടയ്ക്ക് അടി കിട്ടുകയാണ്. അനോയിൻറ്റഡ് ആയതുകൊണ്ട് അല്ല, അടി കിട്ടത്തില്ല ഒരിക്കലും. അനോയിൻറ്റഡ് ആയതുകൊണ്ടാണ് അടി കിട്ടുക, അല്ല അടി കിട്ടത്തില്ല. ബിക്കോസ് ഹി ഈസ് അനോയിൻറ്റഡ് വൺ, സോ ഹി ഹാഡ് ദാറ്റ് ബീറ്റിംഗ്സ്. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു. അതിനുശേഷം ഇവനെ കൊണ്ടുപോയിട്ട് പിലാത്തോസിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വിചാരണ, അഗൈൻ ട്രയൽ. ബട്ട് ഹി ഈസ് സൈലൻറ്റ്. അനോയിൻറ്റിങ് ഉള്ളവർക്ക് സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അനോയിൻറ്റിങ് അല്ലാത്തൊരു ഡിപ്രഷനെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. വെൻ സഫറിങ് കംസ്, ഡിപ്രഷൻ കംസ്. അവൻ ഡിപ്രഷനൊന്നും ബാധിക്കുന്നില്ല. ഹി ഈസ് സോ സ്ട്രോങ്. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ഹി ഈസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കൽത്തൂണി കിട്ടിയിട്ട് ചമ്മട്ടി. ബിക്കോസ് ഹി ഈസ് അനോയിൻറ്റഡ് വൺ. അഭിഷേകം കിട്ടിയവനാണ്, തെരഞ്ഞെടുക്കണവൻ്റെ വിളിയതാണ്.
ഈശോ ക്രിസ്തുവാകുന്നു, ദൈവമാകുന്നതും രക്ഷകനാകുന്നു, പാപപരിഹാര ബലിയാകുന്നു മുഴുവനും ഈ ഒരു ടൈം ഫ്രം ഗെത്സെമനി സ്റ്റാർട്ട്സ്. ആ സമയം മുതൽ ഡിവൈൻ എലമെൻസ് ആണ്. അപ്പം അതാണ് പലപ്പോഴും നിങ്ങൾ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലരും പറയും, പക്ഷേ സഹനം ഭയങ്കര കൂടുതലാണ്. സഫറിങ് ഈസ് ഇൻക്രീസിങ് ഫാദർ. ഞങ്ങൾ ധ്യാനത്തിന് വന്നു പോയി കഴിയുമ്പോഴത്തേക്ക് പ്രശ്നം കൂടുതലാച്ചോ. പ്രൈസ് വൈറ്റ് ഇസ് ഇൻക്രീസിങ്. പ്രൈസ് ചിലപ്പോൾ ഇനി ഞാൻ ധ്യാനത്തിൽ പോകുന്നേ ഇല്ല, പോയാൽ മുഴുവൻ സഹനം വെച്ചോ. പ്രൈസ് ചിലപ്പോൾ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒരച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ സഹനം കൂടില്ല. അപ്പം പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയി ഇനി സഹനം കിട്ടുള്ളൂ. ഇനി അടുത്ത അച്ഛൻ്റെ അടുത്ത് അച്ഛൻ സഹനം കുറയ്ക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ഈ സഹനം ഇരട്ടി കൂടുക. പ്രൈസ് ഇത് എവിടെ തൊട്ടാലും ഈ സഹനമുള്ളൂ. അത് എവിടെ തൊട്ടാലും അനോയിൻറ്റഡ് ആണെങ്കിൽ പിന്നെ യു ആർ അണ്ടർ ദ കൺട്രോൾ of Jesus, of the Holy Spirit. That time all starts. All not persecution അല്ല, അതൊരു നിയോഗമാണ് അവനെക്കുറിച്ചുള്ള ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി പറയും, യേശുക്രിസ്തു അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി. അവനെക്കുറിച്ച് പ്രവചിച്ചതെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി. എപ്പോഴാണ് ഈ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നു ചോദിച്ചാൽ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് കുരിശിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പ്രൈസ് അതിനിടയ്ക്ക് നീ എന്നെ ഇളകിയാലും കുരിശിൽ കർത്താവോടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കും. പ്രൈസ് ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു പയ്യൻ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു രസകരമായ തമാശ. അവൻ പറയുന്ന വെച്ചാൽ ഒരിടത്ത് വെച്ച് പറഞ്ഞു, അവൻ പറയുകയാണ്, അതായത് എവിടെയെങ്കിലും ഈ അനർത്ഥം വരുന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അങ്ങോട്ട് കയറി ചെല്ലും. കൃത്യം ഇവൻ്റെ തലയിൽ തന്നെ ആ പ്രശ്നം വരും. പ്രസലോഷ് ആ സമയത്ത് അവനങ്ങ് ചെല്ലും. അവൻ പറഞ്ഞു എൻ്റെ തലയോട്ട് തന്നെ വരും. എല്ലേ പോയാൽ ആ നാട്ടിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ കയറി ചെല്ലും. പ്രസലോഷ് അവസാനം അവൻ്റെ തലതായിരിക്കും. അവർക്ക് പറഞ്ഞു യേശുവേ ആരാധന. അവൻ പറഞ്ഞിങ്ങനെയാണ്, അവൻ്റെ വീടിൻ്റെ അടുത്ത് അവൻ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് താമസിച്ചിറങ്ങി ഞാനിങ്ങനെ പോകുന്ന വഴിക്കാണ്ട് തൊട്ടടുത്ത് വീട്ടിൽ ഒരു ഒച്ച കേട്ട് ചെന്നപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന സംഭവം. അവൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി, അതോടെ പോലീസ് ഒന്ന് എന്നെ അകത്താക്കി. പ്രൈസ് യേശുവേ സ്തുതിക്കുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലേ പോലെ കുറച്ച് നാളായിട്ട് എവിടെ പോയാലും വയ്യാവേലിയല്ല എൻ്റെ തലയിൽ തന്നെ കയറി വരും. പ്രൈസ് എൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. അച്ഛനൊന്ന് കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവനാണോ? ഞാൻ നല്ല പ്രാർത്ഥനക്കാരൻ. എന്നാൽ പിന്നെ ഇത് മാറിയാൽ എൻ്റെ പൊന്നു മോനെ ഞാൻ പറഞ്ഞു. പ്രൈസ് കാരണം വെച്ചാൽ ഇത് ബന്ധിക്കപ്പെടുന്നൊരു സംഭവമാണ്. ഇവനൊരു അതായത് ഒരു ബലിമൃഗമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഒരു ബലിമൃഗമാണ്. അതിനർത്ഥം ഒരിക്കലും അല്ല. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വലിയ രഹസ്യമുണ്ട്. സഹനം എന്നതൊരു മിസ്റ്ററിയാണ്. സഫറിങ് ഇസ് ദ മിസ്റ്ററി. ഇതിന് ഒരിക്കലും നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് നമുക്ക് എല്ലാത്തിനും പറയാൻ പറ്റില്ല. We cannot reveal that. It's very difficult. Not difficult. It's a mystery. നമുക്കറിയാം വിശുദ്ധ കുർബാന ബലിയർപ്പണം നടക്കുന്നു. ബലിയർപ്പണം ഇറ്റ്സ് എ മിസ്റ്ററിയാണ്. അതുകൊണ്ട് ഒരിക്കലും പെട്ടെന്ന് സഹനത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക. അതുകൊണ്ടല്ലേ അൽഫോൻസാമയ്ക്ക് സഹനമുണ്ടായപ്പോൾ കൂടെയുള്ളവർ പലതും പറഞ്ഞു, ഇവളുടെ തലമുറയുടെ പാപത്തിൻ്റെ ശാപം വല്ലതായിരിക്കും. പ്രശ്നം ഇവള് എന്തെങ്കിലും കുഴപ്പം കാണും. കാരണം ഈ കൊച്ചു ജനിച്ചന്ന് മുതൽ കുരിശാണ്. പ്രൈസ് ഈ അൽഫോൻസാമയുടെ ജീവിതത്തിലും പഠിച്ചാൽ മതി, ഒരു വലിയൊരു അനോയിൻറ്റിങ് കിട്ടും. പ്രൈസ് ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ ആ നാളിൽ തന്നെ അമ്മ മരിച്ചുപോയി. പ്രൈസ് അപ്പം നിങ്ങളൊക്കെയാണ് പറയും ആ അമ്മയുടെ തല കണ്ട. പ്രൈസ് ഈ കൊച്ചുണ്ടായത് അമ്മയുടെ തല എടുത്തത്. പ്രൈസ് നാട്ടിലെങ്ങനെയാണ് അന്ധവിശ്വാസം കൊണ്ടാണ് പലതിനും ഉത്തരവ്. ഈ കൊച്ചുണ്ടായതാണ് ഈ വീട്ടിലെ മുഴുവൻ പ്രശ്നത്തിൽ. എന്തോ കുഴപ്പമുള്ള വെച്ചാ ചില അന്ധവിശ്വാസികളൊക്കെ പറയും നാളിൻ്റെ കുഴപ്പമാണ്, സമയത്തിൻ്റെ കുഴപ്പം, ഉണ്ടായത് കുഴപ്പം, ഈ കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് അമ്മ മരിച്ചു. അടുത്ത നിമിഷം കൊച്ചിനെ കൊണ്ട് പിന്നെ വളർത്തമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം കിട്ടിയ ജ്ഞാനം കിട്ടിയ കുഞ്ഞാണ് അൽഫോൻസാമ. ചെറുപ്പത്തിലെ ആ കുഞ്ഞ് സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങി. ചിലരെ കൊണ്ട് 10-60 കഴിഞ്ഞാലും ബോധം ഉണ്ടാകത്തില്ല. യേശുവേ സ്തുതിക്കുന്നു. കൈയടിച്ച് ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. അതായത് സഹനം എന്നത് തരുന്നത് ദൈവത്തിലേക്ക് വളരാനാണ് എന്നുള്ളത് മറന്നുപോകും നമ്മളൊക്കെ. ഞാനും നിങ്ങളൊക്കെ മറന്നു പോകുന്നു. ദൈവത്തോട് അടുക്കാൻ വേണ്ടി, ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി, ഈ പ്രപഞ്ചവുമായിട്ടുള്ള
സഹോദരം മുറിച്ചു കളയാൻ വേണ്ടിയാണ് ഈ സഹനം എന്ന് ചെയ്തിരുന്നത്. ഉയർത്താൻ വേണ്ടിയാ, ഇവിടെ ഉയർത്താൻ വേണ്ടി തീയിട്ട് കൊടുക്കുന്നു, അഗ്നി ഇട്ട് കൊടുക്കുന്നത്. ഉയരട്ടെ, ഇവള് പൊങ്ങട്ടെ, ഭൂമിയിൽ നിന്ന് വിട്ടു പോകണം, വിട്ട് ദൈവത്തിലേക്ക് മനസ്സും ശരീരവും ഹൃദയമൊക്കെ ഉയരണം, വിശുദ്ധി വളരണം, എല്ലാം വളരാൻ വേണ്ടിയാണ് ഈ സഫറിങ്. എവിടെ തൊട്ടാലും സഹനം, എവിടെ തൊട്ടാലും. തൊടുന്നെല്ലാം പൊന്നല്ല, പ്രൈസ് ദി ലോർഡ്. തൊടുന്നെല്ലാം സഹനം, പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവെ ആരാധന. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ചിലരൊക്കെ അണക്കരെ ധ്യാനിക്കാൻ വരുമ്പോൾ ഡൊമിനിക് അച്ഛൻ ഞങ്ങളുടെ കുരിശെല്ലാം എടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ധ്യാനം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി കുരിശെല്ലാം കൊണ്ട് എൻ്റെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും ഞാൻ എടുക്കില്ല, എനിക്ക് ആവശ്യത്തിന് കുരിശുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കുരിശ് എടുത്താൽ മതി എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശ് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ തരും. അപ്പം കുരിശെടുത്ത് മാറ്റുന്ന സെൻ്ററല്ല അണക്കര ധ്യാനകേന്ദ്രം. അണക്കര ധ്യാനകേന്ദ്രം കുരിശെടുക്കാൻ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ട്രെയിനിങ് സെൻ്ററാണ്. കുരിശെടുക്കാൻ നല്ല ട്രെയിനിങ് ഞാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഇത് എടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രണ്ട് കരം എടുത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ അൽഫോൻസാം എങ്ങനെ 14 വയസ്സ് കഴിയുമ്പോൾ അതിന് സുന്ദരി കുട്ടിയാണ്. അപ്പോൾ ഇവളെ അമ്മയ്ക്ക് വളർത്തമ്മ മേടിക്കുന്നുണ്ട്. കാരണം ഈ കൊച്ചു വല്ലവൻ്റെ പുറകെ പോയ പ്രശ്നം, വല്ലൊരു ഉപദ്രവിച്ച പ്രശ്നം അവിടെ ആരെങ്കിലും കയ്യിൽ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കാം, പ്രശ്നം തീരും. പ്രശ്നം ഇതല്ലേ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യുന്ന കേൾക്കാവേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൊച്ചു പറയുന്നത്, എനിക്കെന്തൊരവസ്ഥയല്ലേ, എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ടല്ലേ, എനിക്ക് അപ്പനില്ലാത്തതുകൊണ്ടല്ലേ, ഇവരെല്ലായിട്ട് ഇങ്ങനെ തട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടും. അവരിട്ട് തട്ടുന്നല്ലിത്, ഇത് ദൈവം ഇട്ട് തട്ടുന്ന. ഇവളെ ആരാക്കാൻ പറഞ്ഞ് ഒരു വിശുദ്ധിയാക്കാൻ വേണ്ടി ദൈവമാണ് ഇതിട്ട് തട്ടുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും അവർ തട്ടുന്നു, ഇവർ തട്ടുന്നു, അവരെനിക്കിട്ട് പണി തരുന്നു, ഇവരവർക്കിട്ട് പണി തരുന്നു. ഈ പണി അവരിവരൊന്നല്ല, ഇത് ദൈവം അനുവദിക്കാതെ ആരും നമുക്കിട്ട് പണിയില്ല. ദൈവം അനുവദിക്കാതെ ആരും പണിയില്ല. അത് പഴയ നിയമത്തിലുണ്ട്. ഈ ഹല്ലേലൂയ. സാവൂൾ എന്ന് പറയുന്നവൻ ദാവീദിനെ ചീത്ത വിളിക്കുന്നുണ്ട്. ദാവീദിനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമ്പോൾ ദാവീദിൻ്റെ കൂടെയുള്ളവർ പറയും, ഞങ്ങളെല്ലാം കൂടി ചെന്നിട്ട് അവനെ ശരിയാക്കി കളയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം അരുളിച്ചതിട്ടാണ് അവനത് പറയുന്നെങ്കിൽ അതിനെ എതിർക്കാൻ ഞാനാരാ? ദൈവം അനുവദിച്ചിട്ടാണത് സംഭവിക്കുന്നതെങ്കിൽ അതിന് നോ പറയാൻ ഞാനാര്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? അത് നമ്മളെ വിശുദ്ധീകരിക്കുക, സ്വർണ്ണം അഗ്നിയിലൂടെ വിശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് വിരുമ്പിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിക്കുക. സ്വർണ്ണം അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ കർത്താവ് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ, തീച്ചൂള എന്ന് പറയുന്നത് അല്ലാണ്ട് സാധാരണ ചൂളയൊന്നും അല്ല കേട്ടോ, സാധാരണ അടുപ്പൊന്നും അല്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ല ഒന്നാന്തരം അടുപ്പിനകത്തിട്ട് ശരിയാക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൂടെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെല്ലാം തീക്കാത്തവർ വന്നവരാന്ന് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുഖത്തൊക്കെ ഒരു പൊള്ളലൊക്കെ കാണുന്നുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ യേശു ആരാധന. കണ്ണിനൊക്കെ ഒരു പൊള്ളലേറ്റവും അത് ശരിയായിട്ട് ആയിട്ടില്ല. ഇച്ചിരി അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ശരിയായിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരിയോട് തീ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ 95 പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ നാളുകൾ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ ഇങ്ങനെ വചനം അവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യം ഉണ്ടായ സംഭവം ഞാൻ കയറി ചെല്ലുമ്പോൾ അവരവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും യേശയ്യ 53 ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സഹിക്കുന്ന ദാസൻ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ അതിൻ്റെ കൃത്യം 7-ാമത്തെ 53:7 കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം അവലംബിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ആത്മീയ ഗുരുക്കൾ എന്ന് പറയും, ഇത് ചമ്മാച്ചനുള്ളതാകട്ടോ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. പക്ഷെ ഇതെനിക്കുള്ള ഈശോ എടുത്ത അതേ സഹനം, അതേ സഫറിങ് ദൈവം നമുക്ക് തരുന്നു. ഗ്രേസാണത്, കൃപയാണത്. ഈശോ പോയ അതേ വഴിയിലൂടെ നമുക്ക് പോകാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ പറ്റിയല്ല. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. യേശുവേ സ്തുതിക്ക് സ്തുതിക്ക് സ്തുതി. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. അൽഫോൻസാമയോട് വെച്ച് 14 വയസ്സിലായി വീട്ടിൽ കിടന്ന് ഇങ്ങനെ തട്ടുക, ഇവളെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ചെറുക്കനെ ഇവളെ കാണാൻ ആഗ്രഹിച്ച് വരുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷം, എങ്ങനെയും അവൻ്റെയൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടേക്കാം. ഈ കൊച്ചിന് ഉറക്കമില്ല, വിഷമമായി. ദൈവമേ, ഇനി അവിടെ പോയി ഇനി അടുത്ത് എന്തായിരിക്കും, എനിക്ക് കോൺവെൻറ്റിൽ പോയാൽ എനിക്കൊരു വിശുദ്ധിയാകണം, എനിക്കൊന്നും വിവാഹം വേണ്ട, എനിക്ക് വിവാഹം വേണ്ട. ഒരുപക്ഷെ അവൾ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളാകാം. നമ്മുടെ ബുദ്ധി അത് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ, 2 ദൈവികമായിട്ട് ചിന്തിക്കുമ്പോൾ എന്തിനു ദൈവം അത് കൊടുത്തു? അവളെ ദൈവം സ്വന്തമാക്കാൻ വേണ്ടി, വേറെ ആരുടേതും ആക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ദൈവം അവൾക്ക് ചെറുപ്പത്തിൽ സഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് ആരും അടുക്കില്ല, അടുത്താൽ അടുക്കുന്നവനും സഹനം കിട്ടും. യേശുവെ സ്തുതിക്കുന്ന കേൾക്കുന്നവല്ലോ ഉണ്ടോ? യേശുവെ ആരാധന, യേശുവെ ആരാധന. ഹല്ലേലൂയ. അപ്പം അവസാനമുണ്ട് ഇവളുടെ കല്യാണം. രാവിലെ ചെറുക്കം വരും, രാത്രി ഇവളാവും വിഷമമായി, വേണ്ട നാളെ വേണ്ട, കല്യാണം വേണ്ട, ആവശ്യത്തിന് സഹിച്ച ഇനി ഇതായിക്കണ്ട. എനിക്ക് വിശുദ്ധിയായ ഒരു പക്ഷേ അവൾ ചിന്തിക്കുകയാണ്, കൊച്ചുകുട്ടിയല്ലേ. അപ്പോഴാണ് അവൾ ഒരു തീരുമാനം എടുക്കുന്നത്, എൻ്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും പ്രശ്നം, ഈ സൗന്ദര്യം പോയ പ്രശ്നം തീരും. അല്ല ഇതെല്ലാം കൂടെ എൻ്റെ കൂടെ വരും, പുറത്തും എല്ലാം പുറകെ നടക്കും. നോക്കി ഒരാൾ ചെയ്യുന്നൊരു പ്രവൃത്തി നോക്കി, എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ പ്രശ്നം, അത് കളയണം. അപ്പോൾ കാലിച്ചിരി പൊള്ളൽ വെക്കാല്ലേ, കാലിച്ചൊന്ന് പൊള്ളിക്കത്തി. ഒരു കൊച്ചു കുട്ടിയുടെ ധൈര്യമേ, ആ കുഞ്ഞു കൊണ്ടുപോയിട്ട് ഈ നെരിപ്പോടിനകത്തോട്ട് കാലെടുത്തങ്ങ് ചെറു വെക്കുക. നമ്മൾ പോലും ശരിക്കും തീ അറിഞ്ഞാൽ പിന്നെ തീക്കകത്ത് ആരെല്ലാം കൈവച്ചവരിനകത്തുണ്ടോ? തീ എന്താണെന്ന് അറിഞ്ഞ ശേഷം തീക്കകത്ത് നമ്മൾ ആരും ഇന്നവരെ കൈവച്ചിട്ടില്ല, ബോധപൂർവം വെച്ചിട്ടില്ല. ഇവളാ തീക്കകത്ത് തീ എന്താണെന്ന് അറിഞ്ഞിട്ട് തീ കാലെടുത്ത് വെക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു വേറെ തീ ഉണ്ടായിരുന്നു. ഈശോയോടുള്ളൊരു സ്നേഹം, ഈശോയുടെ തീരാത്തൊരു ദാഹം, ഈശോയുടെ സ്വന്തമാകാനുള്ള ആഗ്രഹം, ഈശോയുടെ മാത്രമാകാനുള്ള ആഗ്രഹം. യേശുവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. Can you follow me? സ്തുതിച്ച് 2 കരമെടുത്ത് പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. അപ്പോൾ ഇച്ചിരിയൊക്കെ സൗന്ദര്യം കളയാൻ വേണ്ടിയാ കാലം. പക്ഷെ പറ്റിയതെന്താ? തീ കയറി തുണിയെ കയറി പിടിച്ചില്ലേ, കാല് മൊത്തം പൊള്ളി വൃത്തിയുടെ. അപ്പം നമ്മൾ ചിന്തിക്കും ഇതെന്തൊരു കൊച്ച് പ്രശ്നം. അപ്പോൾ വീട്ടുകാർ പ്രശ്നമായി. പിറ്റേ ദിവസം ചെറുക്കം വരുന്നു പറഞ്ഞു, അവിടെ ഇന്നലെ അവിടെ എത്തി പൊള്ളറ്റ്. അവനത് ആ വഴിയിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഓടി. പ്രശ്നോഷം. കാരണം ഇപ്പം ചെറുപ്പത്തിൽ ഇതുണ്ടായപ്പോൾ അമ്മ മരിച്ചു, ഇതേ കല്യാണാലോ ഇപ്പം കാലത്തീ പിടിച്ചു. മിക്കവാറും ഇതെന്തോ പിശാച് കയറി കൊച്ച, ഇതിനെ കല്യാണം കഴിച്ചാൽ ജീവിതം പോകും, അല്ലെങ്കിലും അതിൻ്റെ ജീവിതം പോകും കല്യാണം കഴിക്കും. കാരണം ഇവൾ പിശാച് കയറിയതല്ല, ഇവൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. She belongs to Jesus. ഹല്ലേലൂയ. അവൾ ഈശോയുടേതാണ്, തൊടാൻ പറ്റില്ല. ദൈവം പ്രൊട്ടക്ട്. ചിലപ്പോൾ ആ തീ വന്നത് അവൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പ്രൊട്ടക്ഷൻ ആത്മാവിന് കൊടുക്കുന്ന വിശുദ്ധിയുടെ കവചമാണ് അഗ്നി. ആത്മാവിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ്റെ കവചമാണ് അഗ്നി. ആത്മാവിന് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ്റെ കവചമാണ് അഗ്നി. അതുകൊണ്ടാണ് ചിലപ്പോൾ വിശുദ്ധിയിലേക്ക് വളരുന്നവർക്ക്
സഹനം കൂടുതലായിരിക്കും. അവരുടെ അടുത്തേക്ക് ആരും ചെല്ലില്ല. കാരണം അവരഗ്നിയാണ്, തീയാണത്. ദൈവം തിരഞ്ഞെടുത്ത ജീവിതങ്ങളാണത്. അത് വലിയൊരു ഗ്രേസാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ സമയമെടുക്കും. സമയമെടുക്കും. ആത്മാവിനെ പൊതിയുന്ന, സംരക്ഷിക്കുന്ന വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുന്ന കവചമാണ് അഗ്നി. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കണേ, തകർച്ച. അതുകൊണ്ടാണ് അച്ഛാ അവിടെ പോയി ഡെലിവറൻസ് പറയുന്നത്, ഇവിടെ പോലെ പിശാച് വിട്ടു. ഇത് പിശാചിൻ്റെ അല്ലത്, അത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണത്. യു ആർ സ്പെഷ്യലി ചോസൺ. വെരി സ്പെഷ്യൽ. ദൈവത്തിന് ഒരു വെരി സ്പെഷ്യലാണ്.